സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ സൈനിക മേധാവി കെ.എം. കരിയപ്പയുടെ ജന്മദിനമാണ് ഇന്ന്. 1899 ജനുവരി 29 കർണാടകയിലെ കൂർഗിലാണ് കൊണ്ടതീര മടപ്പ കരിയപ്പ ജനിച്ചത്. ജനാധിപത്യ സർക്കാരിന് കീഴിൽ രാഷ്ട്രസേവനമാണ് പരമധാനം എന്ന ലക്ഷ്യത്തോടെ കെട്ടുറപ്പാർന്ന സൈനിക സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കരിയപ്പ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യ പാക് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന 1965 ലഹോറിലെ ശത്രു ക്യാമ്പ് തകർത്ത് തിരികെ പറന്ന ഇന്ത്യൻ യുദ്ധവിമാനം വെടിവെച്ചിട്ട് പൈലറ്റിനെ പാകിസ്ഥാൻ തടവിലാക്കി. യുദ്ധ തടവുകാരനായ പൈലറ്റിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ ഞെട്ടിത്തെരിച്ചു. ആ പൈലറ്റിന്റെ പിതാവിനെ വിളിച്ച് മകനെ ഉടൻ വിട്ടയക്കാമെന്ന് അയൂബ് ഖാൻ തന്നെ നേരിട്ടറിയിച്ചു. എന്നാൽ ആ പിതാവിന്റെ മറുപടിയാണ് ശ്രദ്ധേയം. യുദ്ധ തടവുകാരാക്കി പാകിസ്ഥാൻ പിടികൂടിയ മുഴുവൻ ഭാരത സൈനികരെയും വിട്ടയക്കുമ്പോൾ മാത്രം എൻ്റെ മകനെയും വിട്ടയച്ചാൽ മതി. കാരണം മുഴുവൻ ഇന്ത്യൻ സൈനികരും എൻ്റെ മക്കളാണ്. തെല്ലൊന്നാലോചിക്കാതെ അയൂബ് ഖാനോട് മറുപടി പറഞ്ഞ ആ പിതാവിൻ്റെ പേരാണ് കെ.എം. കരിയപ്പ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ കെ.എം. കരിയപ്പ. 1940കളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച അയൂബ് ഖാന് നേരിട്ടറിയാം കരിയപ്പയുടെ ധീരതയും രാഷ്ട്രസ്നേഹവും പോരാട്ട വീര്യവും. ശത്രുരാജ്യം പോലും ബഹുമാനിക്കുകയും ആയുധം താഴ്ത്തി കീഴടങ്ങുകയും ചെയ്ത ചരിത്രമുണ്ട് ആ ധീര സൈനികന്. 1899 ജനുവരി 28 കർണാടകയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 19ാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. ഇൻഡോറിലെ ഡാലി കേഡറ്റ് കോളേജിൽ നിന്നും കമ്മീഷൻ ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യൻ കേഡറ്റാണ് കരിയപ്പ. തീർന്നില്ല, ആദ്യ ഇന്ത്യൻ ബ്രിഗേഡർ. ഇംഗ്ലണ്ടിലെ ഇമ്പീരിയൽ ഡിഫൻസ് കോളേജിൽ പ്രവേശനം നേടുന്ന ആദ്യ ഭാരതീയൻ. ഭാരതം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇടക്കാല സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന ബൽദേവ് സിംഗ് മറ്റു 2 സൈനികരെയാണ് സൈനിക മേധാവിയാകാൻ ക്ഷണിച്ചത്. എന്നാൽ കരിയപ്പയെ മറികടന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറായില്ല. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സൈനിക തലവനായി കരിയപ്പ ചുമതലയേറ്റു. ഭാരത സൈന്യത്തെ ഇന്ന് കാണുന്ന തരത്തിൽ വാർത്തെടുക്കുന്നതിൽ കരിയപ്പയുടെ സംഭാവന ഏറെ വലുതാണ്. രാഷ്ട്രീയ സ്വാധീനത്തിന് പുറത്താകണം സൈന്യമെന്ന് അദ്ദേഹം എപ്പോഴും നിർബന്ധം പിടിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ രാജ്യമാണ് പ്രാധാന്യമെന്ന ചിന്ത സൈനികർക്ക് നൽകുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 29 വർഷം സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. വിരമിച്ച ശേഷം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ ഹൈക്കമ്മീഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലേയും ദ്രാസും കാർഗിലും സോജിലയും ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഭാഗമാകുന്നതിൽ കരിയപ്പയുടെ ദീർഘവീക്ഷണം ഏറെ ശ്രദ്ധേയമാണ്. വിരമിച്ച ശേഷവും രാജ്യം യുദ്ധങ്ങളെ നേരിടുമ്പോൾ സൈനികർക്ക് പിന്തുണയുമായി യുദ്ധഭൂമിയിലേക്ക് അദ്ദേഹം നേരിട്ടെത്തിയതും ചരിത്രമാണ്. 1968 രാജ്യം ഫീൽഡ് മാർഷൽ എന്ന പരമോന്നത സൈനിക ബഹുമതി നൽകി ആദരിച്ചു. 1993 മെയ് 15 തന്റെ 92ാം വയസ്സിലാണ് കെ.എം. കരിയപ്പ വിട വാങ്ങിയത്. ഭാരതീയ സൈന്യത്തിന് അച്ചടക്കത്തിന്റെയും ദേശീയതയുടെയും ദിശാബോധം നൽകിയ മഹത് വ്യക്തിത്വത്തെ രാജ്യം ഇന്നും സ്മരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.